അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഹീലിയം മൈനറെ കുറിച്ച് വലിയൊരു അറിവൊന്നുമില്ല. എന്താണ് ഹീലിയം മൈനർ എന്ന് അറിയാത്തവർക്ക് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഈ ടോപ്പിലായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം എന്താണ് ഹീലിയം മൈനർ എന്നറിയാത്ത ആളുകൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിക. നമുക്കിപ്പോൾ ഈ ഒരു ഹീലിയം മൈനർ അൺബോക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ DHLൻ്റെ ഈ ഒരു ബോക്സിലായിട്ടാണ് മൈനർ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഫൈനലി നമ്മളുടെ ബോബ്കാറ്റ് 300 മൈനർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഇൻ്റർനെറ്റിലൂടെ റിസർച്ച് ചെയ്യുന്നത് ഈ ഒരു മൈനറെ കുറിച്ചായിരുന്നു. ഏറ്റവും നല്ല മാർക്കറ്റിലെ ഏറ്റവും നല്ല ഹീലിയം മൈനർ എന്നറിയപ്പെടുന്നതും ഈ ഒരു ബോബ്കാറ്റ് 300 മൈനറാണ്. എനിവേ, നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബോക്സിൽ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഗൈഡ് ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഹീലിയം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യാം, എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇതിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വാറൻറ്റി കാർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വാറൻറ്റിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ ഒരു കാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ബോബ്കാറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്യാണ്. മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള, അതായത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള ബോബ്കാറ്റ് മൈനറിനേക്കാൾ കുറച്ച് വ്യത്യാസം ഇതിനുണ്ട് എന്ന് തന്നെ പറയാം. അതിൻ്റെ വലിപ്പത്തിലും ബാക്കിയുള്ള ആ ഷേപ്പിലും ഒക്കെ കുറച്ച് വ്യത്യാസം ഇവിടെ കാണാം. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ആൻറ്റിനയുടെ ബട്ടണുണ്ട്, BT ബട്ടണുണ്ട്, TF കാർഡിൻ്റെ സ്ലോട്ടുണ്ട്. പിന്നെ നമുക്ക് ചാർജ് ചെയ്യുന്നതിൻ്റെ അല്ല, ഇത് കോംബാണ്. നമുക്ക് USB മൈക്രോ USB ആണ്. പിന്നെ എതർനെറ്റ് പോർട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ DC പവറുണ്ട്. അപ്പോൾ ബാക്കിലായിട്ടൊരു സോക്കറ്റ്, നമുക്ക് വോൾ മൗണ്ട് സോക്കറ്റ് ഉണ്ട്. അതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വോൾ മൗണ്ട് സോക്കറ്റാണ്. അപ്പോൾ നമുക്ക് വോളിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഹോൾ അടിച്ചിട്ട് നമുക്ക് വോളിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഇത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ബോബ്കാറ്റ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് കൂടെ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുള്ള ചാർജർ. UK ബേസ്ഡ് ചാർജർ അല്ല, ഇത് നോർമൽ 2 പിൻ ചാർജറാണ്. പിന്നെ നമുക്ക് സ്റ്റോക്ക് ആൻറ്റിനയും ലഭിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ആൻറ്റിന എന്ന് പറയുന്നത് ഒരു 4 dBi മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ആൻറ്റിന. പിന്നെ ഇത് ഡ്രില്ല് ചെയ്യാനുള്ള കുറച്ച് ബിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ SD കാർഡ് ഇരുന്ന ഒരു കവറിലായിട്ട് നമ്മുടെ മൊബൈലൊക്കെ എജക്റ്റ് ചെയ്യത്തില്ലേ, ആ ഒരു പിന്ന്. ഈ പിന്ന് മിക്കവാറും നമ്മുടെ ബ്ലൂടൂത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും, അഥവാ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിരിക്കും ആ പിന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് സ്റ്റോക്ക് ആൻറ്റിന കണക്ട് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ കാണാം, ഈ ആൻറ്റിനയുടെ ഈ കണക്ടറിൽ ഒരു ചെറിയൊരു കവറുണ്ട്. അത് റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്റ്റോക്ക് ആൻറ്റിന ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമുക്കത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയ ലെങ്ത് ഉള്ള ഒരു കേബിൾ മാത്രമാണ് നമുക്കിതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുവശം നമുക്ക് ഈ ഒരു ബോബ്കാറ്റ് മൈനറിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ ആൻറ്റിന കണക്ട് ചെയ്യുന്ന ഈ ഒരു പോർട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഹാൻഡിൽ ചെയ്യാൻ. കാര്യം പവറുള്ള സമയത്ത് ഒരിക്കലും ഇതിൻ്റെ ആൻറ്റിന കണക്ട് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യരുത്. അത് നമ്മളുടെ ഡിവൈസ് കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിവൈസ്. നമ്മളുടെ ബോബ്കാറ്റ് മൈനർ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇവിടെ റെഡിയാണ്. ഈ ഒരു ഡിവൈസ് കൊണ്ട് നമുക്ക് ലോഡ് ഓഫ് മണി ഉണ്ടാക്കാം എന്നതാണ് നിലവിൽ ദുബായിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് ഹീലിയം മൈനിങ് നെറ്റ്വർക്ക് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതുപോലൊരു മൈനർ വാങ്ങാനായിട്ട്. ഓർഡർ ചെയ്ത് മാസങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്കെന്തായാലും ഇത് സിങ്ക് ചെയ്യാനായിട്ട് ഇടാം.